അതെ, ഒരു മിനിറ്റ്. ഈ എഫിന്റെ 1 to 50 വരെ ഷോർട്സ് ആണ്. സോ ഇതാണ് പ്ലേലിസ്റ്റ്. കാണാത്തവർ കാണുക. ഇനി എന്നിട്ടും കിട്ടില്ലെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എന്നാ ശരിയാണ്ടി, ഞാൻ പോട്ട് പിന്നെ വരാം. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളല്ലേ ഇങ്ങോട്ട് കേറി വരരുതെന്നാ. ഇനി എന്തിനാ എന്നെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരുന്നേ? അതിന് മാത്രം ആ കൊച്ചു എന്നാടാ നിന്നെ ചെയ്തേ? അതൊന്നും നിങ്ങക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രം അറിയൂ. ഞാൻ എത്ര ദിവസമായെന്നറിയോ ഒന്ന് ഉറങ്ങിയിട്ടാ. ഓരോ സൗണ്ടും ചെവിയിൽ മുഴങ്ങി കേൾക്കുക. നീ ഇവിടെ വന്ന് കേറുമ്പോ തന്നെ തീരെ എഴുതുന്ന അവസ്ഥയുണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? അത് ഞാൻ Get out! എടാ, നിനക്ക് എന്നെ പറ്റിയേ? ആ കൊച്ചിനോട് സോറി പറ. ഷെടാ, ഈ ചെക്കന് തന്നെ പറ്റിയേ? മോളെ, അവനെന്തോ അതൊന്നും കാര്യക്കണ്ട. എനിക്കറിയാം, പറഞ്ഞതെല്ലാം മൂക്കും തന്നെ വിഷമായിട്ടുണ്ടാവുന്നു. അവനുവേണ്ടി ഞാൻ മോളോട് മാപ്പ് ചോദിക്കുക. ഏയ്, അങ്കിൾ എന്തിനാ എന്നോട് സോറി ഒക്കെ പറയുന്നത്? എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക്. എപ്പോഴും കൂടെ വരാൻ പാടില്ലായിരുന്നു. ഇനി തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പൊ ഞാൻ ഇറങ്ങാം. മോളെ ആന്റി, ഇങ്ങോട്ട് വരാനല്ലേ വിലക്ക്, അങ്ങോട്ട് വരാൻ വരക്കില്ലല്ലോ. ഞാൻ അവിടെ ഉണ്ടാവും. നിനക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാം. അപ്പൊ ശരി. പാവം. എന്നാലും അയാൾക്ക് എന്തായിരിക്കും പറ്റേ? അതെന്തേലാവട്ടെ. ഇവിടെ വന്നിട്ട് ഈ 4 ദിവസം കൊണ്ട് എനിക്കും ആർക്കും ഉണ്ടെന്നൊരു ഫീലായിരുന്നു. പക്ഷെ വീണ്ടും പഴയതുപോലെ തന്നെ. അന്നേരം അനാഥ എപ്പോഴും അനാഥ തന്നെ. എന്താണ് ഭഗ്നി, മുഖത്തൊരു മൂഡ് ഓഫ്? ഞാൻ ആ പൂജാരി പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചതാ. ഓർക്കാൻ പറ്റിയ പൂജാരി. ഉണ്ടായിട്ട് 1 വയസ്സ് പോരാവാത്ത കൊച്ചിനെ നോക്കി മംഗല്യയോഗമല്ല എന്നാ ദാമ്പത്യം ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിയാ. എന്റെ സ്ഥാനത്ത് വേറെ എല്ലാവരും ആയിരുന്നെങ്കിൽ അവൻ അവിടെ ഇട്ട് തല്ലി കൊന്നേനെ. പക്ഷെ അങ്ങേര് ഒന്ന് നിർത്തി ഗീതാ, അത് വിട്, നമുക്ക് കിടക്കാം. എന്തോ ഈ നടക്കുന്നൊന്നും നല്ലതിന് വേണ്ടിയല്ലെന്ന് എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നേ? ഇനി അയാൾ പറഞ്ഞ പോലെ. സ്വാമി, ഇത് ഞങ്ങളുടെ മോനാ. ഇവനെ നമനെന്ന പേരിട്ടേക്കുന്നത്. ഇവന്റെ സമയം ഒന്ന് കുറിപ്പിക്കാനായിട്ടാ ഞങ്ങൾ വന്നേ. ഇവന് ഞാൻ മംഗല്യയോഗം കാണുന്നില്ല, എന്നാൽ ഇവിടെ ദാമ്പത്യം ഉണ്ടാകും. മംഗല്യയോഗം ഉണ്ടാവില്ല എന്ന ദാമ്പത്യം ഉണ്ടാവുന്നു? മനുഷ്യ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. സ്വാമിജി പറയട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, വിശ്വസിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ പറയേണ്ടത് എന്റെ കർത്തവ്യമാണ്. ഇവന്റെ 26-ാം വയസ്സിൽ. ഗീത, നീ കിടക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ആൻറ്റി. ഇന്ന് പുട്ടാണോ? പുട്ട് മാത്രമൊന്നുമല്ലടി, ദോശയുണ്ട്, ചപ്പാത്തിയുണ്ട്. ഇനി നിനക്കിത് കൂടാതെ വേറെ വല്ലതും വേണോ? വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ അത് ആൻറ്റിക്ക് ഉണ്ടാകാറിയില്ല. എടി പെണ്ണ, നീ എന്താന്ന് പറ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാന്നേ. എനിക്കെന്തോ വല്ലാതെ കേക്ക് കഴിക്കാൻ തോന്നുന്നു. എൻ്റെ പൊന്നു മോളെ,
അതെന്നെ കൊണ്ട് പറ്റത്തില്ല. ആ നിനക്ക് കേക്കൊക്കെ വേണമെങ്കിൽ ഞാൻ അവനോട് പറ. പല തരത്തിലുള്ള കേക്ക്, പല കളറിലുള്ള കേക്ക് എന്തും ഉണ്ടാക്കി തരും. അവന് കേക്ക് എന്ന് പറഞ്ഞാലേ ഭ്രാന്ത. എന്റെ കെട്ടിയോക്കടാ. ചേട്ടാ എടി നീ അവനെ കേട്ടിട്ടില്ലല്ലോ. ആ ശരിയാ, ഓക്കെ കണ്ടിന്യൂ. എന്താടാ ബ്രഹ്മചാരി മൂടമലപ്പെട്ടി. ആ ഇനി രണ്ടും കൂടി അങ്ങ് തുടങ്ങിക്കാം. ആ കൊച്ചിന് എന്താന്ന് വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കടാ. ആ അത് പറഞ്ഞപ്പോൾ ഓർത്ത് ഇവിടെ സാധനമൊന്നും ഇല്ല കേട്ടോ, ആരെയും പോയി മേടിക്കണേ. തേ നിൽക്കുന്ന മുതൽ എന്തായാലും പോവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പോവാ. എങ്ങോടാ? താങ്കളുടെ ഇളയ മോൻ്റെ ഭാര്യയ്ക്ക്, ഗേൾ ഫ്രണ്ടിന് കേക്ക് തിന്നണമെന്ന് അതിയായ മോഹം. കേക്കിനുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല. അപ്പം നോം അങ്ങ് തീരുമാനിച്ചു. സൂപ്പർ മാർക്കറ്റിൽ പോവുക, സാധനം വാങ്ങാൻ വരിക. ഇവിടുന്ന് വല്ല സംഭാവനയും തരാനുണ്ടാവോ? സംഭാവനയൊന്നും ഇല്ലെന്നേ. പോട്ടോ. ഓ പിന്നെ ഏതവനാണത്? കണ്ണാണ്ടൂടെ ഇയാളോ? ഇതൊക്കെ എന്ത് ജന്മമാണെന്തോ, കോട്ടുപൂത്ത്. സത്യം ഞാൻ കടയിൽ പോയപ്പോ കണ്ടേ. ഈ ചെക്കനെയും കൊണ്ട് അവൻ കാരണം ആ കൊച്ചും കൊണ്ട് വരാത്ത, അതാണെങ്കിൽ ഒരു അയ്യോ പാവം. ആൻറ്റി ഇതിങ്ങനെ വിട്ട പറ്റില്ല. അവർ തമ്മിലുള്ള പ്രശ്നം ഇന്നത്തോടെ പറഞ്ഞു കേൾക്കണം. അതിനാ ചെക്കൻ മിണ്ടണ്ടേ? അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാന്നേ. ആദ്യം അവനിങ്ങോട്ട് പറ്റേ. എന്താടാ? വെറുതെ. എന്തായി? എന്താ അവൻ കേക്ക് ഉണ്ടാക്കണം ബിസിയില്ല. അപ്പൊ ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റു. അല്ലേ ആന്റിയുടെ പ്ലാൻ എന്താ? സസ്പെൻസാ വെച്ച് കള്ളി. എടാ ഞമ്മ ഈ ഇരിക്കണ കേക്ക് കൊണ്ടാ കൊച്ചിനോടത്തെ എന്റെ പ്ലേറ്റ് മേടിച്ചോണ്ടേ. ഞാനങ്ങും പോയില്ല, വേറെ ആരെയും കൊണ്ട് കൊടുത്താൽ മതി. എടാ ഞങ്ങൾ ഫുഡ് കഴിക്കില്ലേ? നീ ഫുഡ് കഴിച്ച് കഴിഞ്ഞല്ലോ, പിന്നെന്താ? എന്നാ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയും കൊണ്ട് കൊടുത്തു? എടാ എനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് 100 കൂട്ടം പണിയുണ്ട് അടുക്കളയില്. നമ്മുടെ പൊന്നല്ലേ, ഒന്ന് കൊണ്ട് കൊടുക്കടാ. നീ എന്നെ നോക്കൊന്നും വേണ്ട, എനിക്ക് ഫുഡ് കഴിച്ചിട്ട് എന്റെ ഡാർലിങ്ങിന്റെ കാര്യം ഒരുമിക്ക് കൊടുക്കല്ലേ. എടാ ഞമ്മ ഒരു 5 മിനിറ്റത്തെ കേസല്ലേ ഉള്ളൂ. കേക്ക് കൊടുക്കുക, പാത്രം കൊണ്ടുവരാ. ആ മനുഷ്യൻ നിങ്ങൾ വേഗം ഫുഡ് കഴിച്ചേ, അടുക്കളയിൽ വന്ന് പാത്രം കഴുകാളേ. ഒന്ന് കൊണ്ട് കൊടുക്കേട്ടാ. കൊണ്ട് കൊടുക്കാം. മനുഷ്യന് മെനക്കെടുത്താനായിട്ട് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയേക്കാം. പോയടാ. പോയി. അപ്പൊ മെഷീൻ സക്സസ്. അമ്മ തന്നു വിട്ടതാ. എന്നേത്? അത് തുറക്കുമ്പോ അറിയാലോ. ആ പാത്രം തരുവായിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാം, കേറിക്കേ, ഞാൻ ഇപ്പൊ തന്നെ തരാം. എന്റെ പൊന്നു പ്രൊഫസറെ, ഇവിടെ ഇട കീറാനും മുള്ള ഒടിയാനൊന്നും പോണില്ല. വേണേ കയറിയിരിക്കും. ഇത് ഇന്നെങ്ങാനും തീരുവോ? അതെ, അവിടെ പെട്രോൾ മേടിയും കാത്തിരിക്കുന്നുണ്ടോ? അതും ഇനി ആരെങ്കിലും വണ്ടിയിൽ തള്ളിയിടാൻ പോവാണ്ട്. ഞാനിതൊന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് തരാം.
ഇല്ല പ്രൊഫസറെ, താനെന്താ കെട്ടാതെ? പെണ്ണ് കിട്ടാനായിട്ടാണോ അതോ പെണ്ണ് തരാനായിട്ടാണോ? ഇല്ല, കയ്യിൽ കിട്ടി വെച്ച് പെണ്ണ് തരാത്തായിരിക്കും. എന്തായാലും നിന്നെ കെട്ടാൻ പോകുന്നതിന്റെ അത്ര ഒന്നും ഉണ്ടാവാൻ പോണില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉണ്ടാക്കാനുള്ളതല്ലേ. അമ്മേ, നല്ല മഴയൊക്കെയാ. മോർണിംഗ് എത്തിയിട്ടില്ല. അയിന് അയിനെന്നാ? അവൻ നിങ്ങളുടെ പണ്ടത്തെ കടിഞ്ഞുപൂട്ടനൊന്നല്ല, പ്രൊഫസർ നമനാ. പ്രൊഫസർ നോമൻ. അപ്പുറത്താണെങ്കിൽ ഒരു പെങ്കൊച്ച് മാത്രമേ ഉള്ളൂ. ഓ ഗോഡ്, എനിക്ക് ആലോചിക്കാനേ വയ്യ. ഇനി എങ്ങാനും വല്ല കുടിച്ചുള്ള പ്രവർത്തകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാ ഒരു ദൈവമേ. അല്ല, കവി ഉദ്ദേശിച്ചത്. അയ്യോ അഭിനയ സിംഗമേ, അടി ഫോൺ കളിക്കില്ലേ. പ്രൈവസി ഇല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്കേക്ക് ടൂർ പോയവരാ നിങ്ങള്. അത് കുളുമാലായിരിക്കും 10 ദിവസം. അങ്ങനെയുള്ള നിങ്ങള് അടി പൂള കളിക്കില്ലേ. ജയ് കാട് തിരുമ്പി തരാന്ന് പറഞ്ഞേ. ഓ, അതിന്റെ ഇടയ്ക്ക് അവള് നിക്കവരാ. ചെല്ലട ആ കൊച്ചിന്റെ കാല് തിരുമ്പി കൊടുക്ക. നീ വരുത്തി വെച്ചല്ലേ? ഓഹോ, നൈസായിട്ട് ഒഴിവാക്കാണല്ലേ. ഞാനിപ്പോ പോവാ. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തോ, പുലി പതുങ്ങുന്നത് വിളിക്കാനല്ല, കുതിക്കാന്. അത് പൊടി, നീ വെറും ആക്രി. ഓ, എന്തേലും പറഞ്ഞായിരുന്നോ? കുറെ നേരം അവിടെ നിന്ന് ആട് ചവക്കിനോട്ട് ചവച്ചോണ്ടിരിക്കണോ? ഒന്നേ കൂടെ ഒന്ന് എണീക്കാവോ? ഓ, സമാധാനായി. അപ്പൊ 5 മിനിറ്റ്, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. ഹേയ്, ഹലോ, എന്റെ പാത്രം ഒന്ന് എടുത്ത് അങ്ങോട്ട് പോ. ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്. ഇനി നീരോട്ട് കഴിഞ്ഞ് എപ്പോ ഇറങ്ങുമെന്തോ. ആ ചെക്കൻ വന്നില്ലല്ലോ. മഴയൊക്കെയല്ലേ, അതുകൊണ്ട് അവിടെ കേറിക്കുമായിരിക്കും. അവൻ വന്നോളും. താൻ ഇവിടെ നിന്ന് ഇരുന്നേന്നേ, ഞാൻ ചോദിക്കട്ടെ. വരുന്നടാ റൊമാൻസ് വരുന്നടാ. ഗീതമുഖ, നീ ഓർക്കുന്നുണ്ടോ ആ മഴയുള്ള ദിവസം? ഓ, എങ്ങനെ മറക്കാൻ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വെറുതെ പോണത്. അപ്പൊ ഞാൻ എവിടെയായിരുന്നു? ഓ, കരണ്ട് പോകാൻ കണ്ട നേരം. എന്നെ പറ്റിയേ? അയ്യോ, ഒരു വണ്ടി ഇടിച്ചിട്ട് ഒരു തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാ. എന്ത് കാണിക്കാനാണ് വാതിലും തള്ളി തുറന്നു വന്നേ? പതിയെ കുടിയടാ. ഇത്രയും കാലം ഞാൻ പൊന്നു പോലെ കാത്തു സൂക്ഷിച്ച് ആരെയും കാണിക്കാതെ കൊണ്ടുവരുന്ന എന്റെ ബോഡിയാ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പാൽപ്പായസം ഒരു പൊട്ടി ഇറക്കി കുടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? ചിന്തിക്കാൻ പോലും പാടില്ല. കിടന്നുറങ്ങ. കണ്ടിട്ടുണ്ടോ? നീ ഒന്ന് പറ, കണ്ടിട്ടുണ്ടാവും. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. എനിക്കറിയാം, കണ്ടിട്ടുണ്ടാവും. ഓ, ഇവക്ക് ഉറക്കമല്ലേ? എനിക്ക് ഉറപ്പാടി. എന്നെ എല്ലാം കണ്ടു. എന്റെ മാനം പോയി. അയ്യോ, എന്നെ ഒന്ന് ഉറങ്ങാൻ വിടടി.
ആയിരിക്കൂലേ? എടി നേരം വെളുത്തടി, ഞാൻ പോയി കിടന്നുറങ്ങിക്കോട്ടെ. എടി അപ്പൊ ഞാനെന്തെയോ? കണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയും? നേരം വെളുത്തില്ലേ, നേരെ ചെന്ന് അയാളോട് ചോദിക്കാം കണ്ടോ ഇല്ലയോന്ന്. അത്ര തന്നെ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓ സോറി, ഗുഡ് മോർണിംഗ്. എടി താരാ? ഹലോ, വെച്ചോ? ആദ്യം തന്നെ കണ്ടോ ഇല്ലയോന്ന് അറിയണം, എന്നാണ്ട് എനിക്ക് സമാധാനം ഉണ്ടാവും. അതെങ്ങനെ പറയാം? ഞാൻ എങ്ങനെ ചെന്ന് ചോദിക്കുന്നത്? ഇവിടെ അങ്ങോട്ടാ ഈ വെടി കൊണ്ട് കൊന്നതിനെ പോലെ. അല്ലേലും ഉച്ചക്കര അങ്ങോട്ട് പോണേ. എവിടെ കൊള്ള അമ്മാ, നിങ്ങൾ വല്ല അറിഞ്ഞാ? മോനെ അപ്പുറം പോയി വാല് കൂറ്റിട്ട് കിടന്ന്. നിങ്ങൾ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? അവനെ അപ്പുറം പോയി വാല് കൂറ്റിയിടുന്നു. ഓ, പത്രത്തിനെ പ്രേമിച്ച് മതി. ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ? മോനെ അപ്പുറം പോയി. അതിനിപ്പോ എന്താണ് കുട്ടാ? അതിനിപ്പോ എന്താണോ? ജയ്, എടി മുത്തേ, നീ അറിഞ്ഞോ? അവനെ അപ്പുറം പോയി. അപ്പുറം പോയി ഓല കുറ്റിയിട്ടെന്നല്ലേ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ സ്വഭാവം അല്ലെന്ന് ചേട്ടന് കേട്ടോടാ. ഈശ്വരാ, ഇയാളെന്തിനാണ് വാതിൽ കുറ്റിയിട്ട്? സി, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇനി ഇതാലോചിച്ച് ഇവിടെ ഒരു ഉറക്കം കളയാൻ നിനക്കൊന്നും വേണ്ട. ഇത് പറയാൻ ഞാൻ വന്നത്. അവൻ വന്നിട്ട് ചോദിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഓ, ഇവനെയും കൊണ്ട്. ആ, അല്ലെങ്കിലും പുന്നാര മോനെ എന്ത് ചെയ്താലും ഇവിടെ ചില ആൾക്കാർ ചോദിക്കത്തില്ലല്ലോ. ഓ മിസ്റ്റർ ബ്രഹ്മചാരിയാണല്ലോ. അമ്മ, നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മൂത്തൂക്കി പറയണം, അല്ലാതെ മോടെ കുറ്റം പറയാൻ കൊടുക്കല്ലേ ചേട്ടൻ കേട്ടോ. അല്ല പിന്നെ കൂടെ നേരെ അവൻ ഇവിടെ ഒരുത്തിനും അവിടെ ഒരുത്തി. ഇനിയിലും എനിക്കൊന്ന് ഉറങ്ങണം. ഇതിൽ ഒരു പോളെ കണ്ടെടുത്തിട്ടില്ല. അയാളങ്ങനെ പറഞ്ഞു വെച്ച് കണ്ടിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? ചിലപ്പോ കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയുകയാണെങ്കിലോ? അങ്ങനെ എനിക്ക് കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. മിണ്ടായിരുന്ന പോലെ എന്നാ. അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ അയാൾ കണ്ടു, എന്നിട്ട് കണ്ടില്ല എന്ന് കള്ളം പറഞ്ഞു. അത് വലിയ സംഭവം. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? ഞാൻ കണ്ടുമില്ലെന്നല്ലേ? ആ, ഞാൻ കണ്ടു. സമാധാനമായോ? നീ നിനക്ക് സമാധാനം എന്റെ കണ്ടോ വേണോ? മഞ്ച പിന്നെ കുറെ നേരെ അവള് ബാക്കിയുള്ള എന്തെങ്കിലും മറക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം. അല്ല, ഇത് ആര് എന്നെ ഇങ്ങോട്ടൊക്കെ വാ, കേറിരി. എല്ലാരും എന്തേ? എല്ലാരും ഇവിടെ ഉണ്ട്, ഓരോരോ പണിയില്ല. ചേച്ചിക്കൊന്നും വർക്കില്ലേ? ആ ഉണ്ടടാ, ഞാൻ ഈ പാത്രം തരാൻ വന്നയാ. പിന്നെ എനിക്കൊരു പുസ്തകം വേണമായിരിക്കും അല്ലേ? ചെന്നെടുത്തോ. നീ എന്താ ഇവിടെ? അത് പിന്നെ പ്രൊഫസറെ, ഇന്നലത്തെ കാര്യം. എനിക്ക് ആ കാര്യത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാ. അങ്ങനെ പറയാൻ എങ്ങനെ ശരിയാവും? അവിടെ മൊത്തം ഇട്ടല്ലായിരുന്നോ? പിന്നെ എങ്ങനെ കാണാനാ? സത്യം പറ, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാല്ലേ? നീ അങ്ങ് മാറിയതേ. ഓ സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ. ഇതും കൂടി ഉള്ളൂ. മണിമുറ്റത്താവണിപ്പന്ത്
ഇവിടെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യേ? നീ ആരാണ് സൗണ്ടല്ലേ? അവളെന്ത് ഇവന്റെ റൂമില്? പ്രൊഫസറെ ഒന്ന് പതിയെ ചെയ്യ്. ആ ഞാൻ പതിയെ ചെയ്യുന്നേ, നീ ഒന്ന് അടങ്ങിയിരിക്കാവോ? ആ, വേദനിക്കുന്നെന്ന്. എന്നാടാ ഇവിടെ? ആ അതിവിടെ വളം കൂട്ടിയതാ. ആ വള കൊട്ടു, നീങ്ങ വന്നേ. എടാ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കുണ്ട്, നീ ചുമ്മാ ആക്രാന്തം കാണിക്കരുത്, മനസ്സിലായോ? എടാ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. പിന്നെ ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. ഞാനിത് ആരോടും പറയാനൊന്നും പോടാ. എൻജോയ് എൻജോയ്. എടാ ചിൽ മാൻ. എടാ വൃത്തികെട്ടവനെ, ഞാൻ പിന്നെ എടുത്തോളാട്ടോ. അതെ, ഇന്നലത്തെ അതെ ഒന്ന് നിന്നേ. അമ്മോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അമ്മോടൊന്നും പറയരുത് പോലും. അയാൾ ഉണ്ടല്ലേ, ഞാൻ ചവിട്ടി ചവിട്ടി ചവിട്ടി. മതി, വേണ്ട. ഇതാരാ കണ്ടോ? ഗുഡ് മോർണിംഗ് ആൻറ്റി. ആ ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതെന്താ നമ്മളെ കൈക്ക് പറ്റിയേ? മോളെ, അത് ഞാൻ തെന്നി വീണത് ആൻറ്റി. മോളിരിക്കും, ചായ എടുക്കാം. അയ്യോ വേണ്ട ആൻറ്റി, എനിക്ക് പോകാൻ സമയമായി. ഞാൻ ഇറങ്ങാം. രാമ, നിന്റെ ചായ എവിടെ എടുത്ത് വെച്ചണ്ടേ? വാവ്, എന്താ മണം. മഴയത്തുണ്ടായവനെ എന്റെ ചായ എവിടെ വെച്ചേ? ഓ, ഇയാള് പിന്നെ മിന്നലുണ്ടായതാണല്ലോ. ഞാൻ കുടിച്ചിട്ട് തരാർക്ക. ആഹാ, നിങ്ങൾ ഇവന് പോസ്റ്റ് ഇട്ട് കൊടുത്തല്ലേ? എനിക്ക് വേറെ ഊളച്ചായ. അതെ, ഇതൊക്കെ ആരാ വാങ്ങിച്ചു വെച്ചേക്കണേ? നീ. ആ അപ്പൊ ഇത് കുടിക്കണ്ട ആരാ? ഞാൻ. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, നീ കമ്മാടിയത്തൊന്ന് അടങ്ങിയിരുന്നൂടായിരുന്ന? ഹലോ, എക്സ്ക്യൂസ് മീ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ ബൂസ്റ്റിന്റെ ആയിരുന്നു തീരുമാനമൊക്കെ. ഇന്നലെ എന്നാടാ നിനക്ക് ഹോളീസും ബൂസ്റ്റും കോംപ്ലാനൊക്കെ ഇട്ട് കലക്കി തന്നെ? ഓ, അപ്പൊ നിങ്ങള് കണക്ക് പറയാനും തുടങ്ങിയില്ലേ? എനിക്ക് എല്ലാം മനസ്സിലായി. പണിയെടുക്കുന്ന മോനെ മതി നിങ്ങക്ക്, പണിയെടുക്കാത്ത എന്നെ വേണ്ട. ഇനി ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ പോവാ. ആ പിന്നെ നിന്റെ ബൈക്കിന്റെ കീഴിൽ അടുത്തെ പെട്രോളില്ല. ആ ഉണ്ടാവില്ലടാ, അതല്ലേ കയ്യിലിരിപ്പ്. പോവുകയാണെങ്കിൽ ഇറങ്ങി പോടാർക്കാം. ആ അതെന്നെ, പോവാണെങ്കിൽ ഇറങ്ങി പോടാ. അപ്പൊ നീ വരുന്നില്ലേ? ഓ, ഒന്ന് പോടാ മോനെ, ഞാനും പോല. എനിക്കെങ്ങും വല്ല പട്ടണം എടുക്കാൻ. അപ്പൊ നിനക്കും എന്നെ വേണ്ട. ഓക്കെ ബൈ, ഞാൻ പോവാ. എടാ നീ ശരിക്കും പോവാ? അതെ, ഞാൻ പോവാ. ഞാൻ വിളിച്ചാലും ഞാൻ നിൽക്കില്ല. മോനെ ജയ്, ആരെ കിടക്കുന്ന തുണിയും കൂടി എടുത്ത് തന്നിട്ട് പോടാ. എന്റെ പട്ടി എടുക്കും. അമ്മ ഞാൻ ഇറങ്ങാ. എന്താടാ നീ പെമ്പിളാരെ കണ്ടിട്ടില്ലേ? പോടാ. രാവിലെ ചൂട്ടുമത്തി ഇറങ്ങിക്കോളും ബാക്കിയുള്ള കളി കാണിക്കാനായിട്ട്. അമ്മ ഒന്ന് പതിയെ ചെയ്യുന്നത്. ചേടാ, ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. എന്നാ നീ ഒന്ന് കുക്കിയടാ. ഭയങ്കര സൗണ്ടാ മാതാ. ചേട്ടോയെ, ഓ നാളെ എനിക്ക് ഇത്തിരി കേക്ക് ഉണ്ടാക്കി തരൂ. ഒരു കേക്കിന്റെ പൂരം ഇതുവരെ മാറിയിട്ടില്ല. അപ്പഴ ചേട്ടാ, ചേട്ടോയ്, എന്താ എന്താ ഒരു ചിരിയൊക്കെ? ആരിടിച്ച്? എനിക്കിപ്പോ എന്താ വേണ്ടേ? കേക്ക് ഉണ്ടാക്കി തന്നാ പോലെ തരാന്നേ. ചേട്ടാ, അതിനിപ്പോ എന്തിനു ചൂടാവണേ? അപ്പൊ എന്താ കള്ളത്തരല്ലേ? എനിക്ക് കള്ളത്തരൊന്നുമില്ല, നീ ഇനി പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. എന്തോ ഉണ്ട്, ഞാൻ പൊക്കിക്കോളാട്ടാ. ഫുഡ് റെഡി, ഫുഡ് റെഡി. എങ്ങോടാ? ഒന്ന് മാറില്ലേ?
ഓ വിശന്നിട്ട് കണ്ണാണാൻ പാടില്ല. അമ്മ ചിക്കൻ കറിക്ക് ഉപ്പ് പറഞ്ഞു പോയേ. ഇതാരാണോ? കഴിഞ്ഞ Excuse me, boss. You have a text message. എവിടെ ഇയാളെവിടെ മുന്നേ? എന്നെയാണോ നോക്കുന്നേ? അതെ, എന്നലെ ചോദിച്ച കാര്യം. ഇന്നലെ ഇന്നലെ ചോദിച്ച കാര്യം എന്ത്? അത് പിന്നെ ബാത്റൂമില്. ബാത്റൂമിന് പറ നീ. ബാത്റൂമിന് ഒന്നുമില്ല, ഞാൻ പോവാം. നീ ഇനി പറഞ്ഞിട്ട് പോയാ മതി. എന്തി ഇപ്പൊ ഒന്നും പറയല്ലേ? അത് പിന്നെ പ്രൊഫസർ നിനക്കറിയില്ല ഞാൻ വരാന്ന്. ഇനിയും നീ എന്റെ കൺമുമ്പിൽ വന്ന് നിന്നോ? നീ എന്നെ വല്ലാതെ മൊത്ത പിടിപ്പിക്കാം. നിഹാരൻ്റെ ചേട്ടൻ്റെ റൂമിൽ നിന്ന്. ഈ ചേട്ടനും നിഹാരും തമ്മിൽ സംതിങ്. എന്നാലും ഈ ഇടയുടെ ചേട്ടൻ എന്തൊക്കെയോ ഏനക്കേടുണ്ട്. ആ കണ്ടുപിടിച്ചോളല്ലേ, നാളെ നാട്ടെ. ചേട്ടാ എന്തെടുക്കുക? RBIക്ക് വേണ്ടി നോട്ട് അടിക്കുക. എന്തേ നീ കൂടണ്ട? അല്ല, ഇന്നാലും വരുന്നതും പോകുന്നൊന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ച. എന്താ? അല്ല, ഇവിടെ നല്ല പൊടി അടിക്കണമെന്ന് ചോദിച്ചാണ്. നീ ജയിക്കോട്ട് അടിച്ചത് എനിക്കോട്ട് അടിക്കാൻ നിൽക്കണ്ട കേട്ടാ. ഇങ്ങനെ പോയ ആരെങ്കിലും ഒക്കെ അടിക്കും. സൂക്ഷിക്കട്ടാ, കലികാല പാമ്പിനെ വരെ ഫാഷനാകണ കാല. ഇവക്ക് എന്നെ വയ്യേ. എന്റെ ചേച്ചി, ഞാനാ ഋഷിക. ചേച്ചി ഫ്രീ ആണെങ്കിൽ കൊണ്ടൊന്ന് വരാവോ? ആടാ വരാം. അപ്പൊ അതും സെറ്റ്. വരട്ടെ അമ്പയറ്റി. ഋഷി, ആ ചേച്ചി ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ. ആ ആടാ, കുഴപ്പമില്ല. മോൻ ഇന്ത്യൻ മാർക്ക് വേണമെങ്കിൽ പരീക്ഷ എഴുതണ്ട. വെച്ചോ. പ്രൊഫസർ വെള്ളുണ്ടായിരുന്നോ? ഋഷി, ഞാനൊരു ബുക്ക് എടുത്തിട്ട് വരാവേ. കേറിപ്പോയാ? പോയി. ഇന്ന് രണ്ടിന്റെ കള്ളക്കളി ഞാൻ കയ്യോടെ പൊക്കും. എന്താ? എനിക്ക് നിന്നോട് അർജന്റായിട്ടൊരു കാര്യം പറയാണ്ട്. ഒന്ന് റൂമിലോട്ട് വന്നേ. അവന്റെ അമ്മൂമ്മയുടെ. എടാ, എനിക്ക് നിന്നോടൊന്നും പറയല്ലേ, നീ അങ്ങ് മാറിയേ. അതിന് വലിയ കോടി നോക്കാൻ മുമ്പരവൻ. താഴെ ഇറക്കാൻ എനിക്ക് പോണെന്ന് അങ്ങോട്ട്. ചില പട്ടി എന്നെ താഴെ ഇറക്കണം. എനിക്കവിടെ പോണെന്ന്. പ്രൊഫസറെ, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, താൻ വല്ലതും കണ്ടോ ഇല്ല? യെസ് ഓർ നോ?
2-3 ദിവസമായി താൻ ഇതും പറഞ്ഞ് എന്നെ വട്ടം കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നലെ ഞാൻ വന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അമ്പിയും റെമ്മയും വിളിച്ച് എന്നെ പേടിപ്പിച്ചിറക്കിട്ടു. ഇനി ഞാൻ എന്തായാലും അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. താൻ കണ്ടോ ഇല്ലയോ? ആ ഞാൻ കണ്ടു. എന്നാന്ന്? ഞാൻ കണ്ടൂന്ന്. പിന്നെ അങ്ങനെയാണെങ്കിൽ തെളിവിന്റെ നിന്റെ ഇടത് തുടയിലെ മറുക്. ഓ എന്നെ തിരക്കാറുന്നു. ആന്നേ എന്നൊരു മേടിക്കേണ്ട സാധനം എന്നെ മേടിച്ചല്ലോ, അതെന്നെ സമാധാനം. ഇവിടെ ഉള്ളവരൊക്കെ എന്തോ ആ അവര് ഉറക്കായിരിക്കും. ആരവര് ഈ സമയത്ത്? നല്ല കഥയായി. ജയ് ജയ് അമ്മ. ആ വന്നാ എവിടെയാണ് എത്ര നേരം രണ്ടും കൂടി? തിരക്കാർന്നടാ. ഓ പിന്നെ തള്ളല്ലേ, പഴയ വീട പൊളിഞ്ഞാണ്. ബാജ കളിക്കാതെ കൊണ്ടുവയ്ക്കടാ. ഓ ഉത്തരവ് പോലെ. അവനെന്താടാ? അവനാ മുറിക്കാത്ത അടയിരിക്കുന്നുണ്ട്.